അതെടുത്ത് ഔഷധ കഞ്ഞിക്കൂട്ടുണ്ടോ? ആ ധാരാ മണിയാ. എന്തേ കഞ്ഞിക്കൂട്ടുണ്ട്? നാളെ ചോദിച്ചില്ലായിരുന്നോ കഞ്ഞിക്കൂട്ട്? വന്നിട്ടുണ്ട്. ഇത് തന്നെ നാളെ ചോദിച്ചാ? അതെ. 230 രൂപ. 230 രൂപ. ഇതിപ്പോ 200 രൂപ പിടിക്കും. നാളെ തരാട്ടാ 30 രൂപ. ആ ആയിക്കോട്ടെ, കുഴപ്പമില്ല, അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഇപ്പോൾ കവർ വേണേ? കവർ വേണ്ട. വേണ്ട. ശരി. ആ ആയിക്കോട്ടെ കേട്ടോ. ആ കുറേ ദിവസമായി കണ്ടിട്ടേ. ആയിക്കോട്ടെ. ഒരു മിനിറ്റ് ചേച്ചി. ആ ഹലോ. ആ നീ എവിടെയാ? ആ എടാ ഞാനേ കടയിൽ വന്നിട്ടുണ്ട്. ആ വരാൻ വൈകോ? അതെയോ? ശരി. ആ അമ്മ കടയിലുണ്ട്. ആ ഞാൻ വേണേ അമ്മയുടെ അടുത്ത് പറയാം. ആ ആ അത് പൈസ തരുമോ? ആ ആ അപ്പം ഞാൻ അമ്മയെ കൊടുക്കാം. വേണ്ടയോ? ആ ആ ആ ശരി ശരി. ചേച്ചി ഞാനേ ആദർശിന്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഇതിൽ പൈസ തരാനുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വന്നു. അപ്പോൾ കടയിൽ നിന്ന് മേടിച്ചോളാൻ പറഞ്ഞിരുന്നു. എൻ്റെ മോൻ്റെ പേരെന്താ? എൻ്റെ പേര് സുഭാഷ് എന്ന്. എത്ര പൈസ മോന് തരാനുള്ളത്? 5000 രൂപ. ചിട്ടിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ച 5000 രൂപയാണ്. മോനെ എണ്ണി നോക്കിക്കോട്ടോ. ആ അത് കുഴപ്പമില്ല, ചേച്ചി എണ്ണി വെച്ചല്ലേ, സാറില്ല. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട് കച്ചവടം? വലിയ മോശമൊന്നും ഇല്ല. ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ പോകുന്നുണ്ട്. പ്രോഗ്രസ് ആയി വരുന്നുണ്ട്. ആ കറക്റ്റായിട്ട് കഞ്ഞിക്കൂട്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ. ശരി, അപ്പൊ ആദർശ രൂപം പറഞ്ഞേക്ക് വന്നെ കേട്ടാ. ശരി. അമ്മേ. ആ മോൻ വന്നോ? അമ്മ എന്താ കട കൂട്ടാൻ വൈകിയേ? ഇപ്പഴല്ലേ നിന്റെ കൂട്ടുകാരൻ ഇവിടെ വന്നിട്ട് പോയേ. ഞാൻ പൂട്ടാൻ പുറപ്പെട്ടതായിരുന്നു. ഏത് കൂട്ടുകാരൻ? സുഭാഷേ. ഏത് സുഭാഷ്? നീയല്ലേ ഇപ്പൊ 5000 രൂപ കൊടുക്കാൻ പറഞ്ഞ? ഫോൺ വിളിച്ചപ്പോ 5000 രൂപ കൊടുക്കാൻ പറഞ്ഞേ. ഞാൻ 5000 രൂപ കൊടുത്തല്ലോ അവന്. 5000 രൂപയെ? ആ 5000 രൂപ നീ കൊടുക്കാൻ പറഞ്ഞു പറഞ്ഞ എന്റെ വാങ്ങിച്ചോണ്ട് പോയി. എന്റെ അമ്മ എന്റെ അടുത്തൊരു വാക്ക് ഫോണിൽ വിളിച്ച് ചോദിക്കാൻ പാടില്ലായിരുന്നു. ഇപ്പൊ നിരപ്പ ചതി എടുക്കുന്ന സമയല്ലേ? ശരാ ചതി പറ്റിയല്ലോ മോനെ നമുക്ക്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു അവയർനെസ് വീഡിയോന് വേണ്ടിയിട്ട് ചെയ്തൊരു സംഭവമാണ്. നമ്മുടെ രാധ ചേച്ചിനെയും നമ്മുടെ രതീഷിനെയും കൂട്ടിയിട്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം രതീഷ് കണ്ടുവരുന്നില്ലേ, നമ്മുടെ ഒരു കടയിൽ കയറിയിട്ട് ഒരാൾ ഇതുപോലെ കുറച്ച് പൈസ വന്ന് മേടിച്ചിട്ട് പറ്റിച്ചുകൊണ്ട് പോകണം. കാരണം മിക്ക കടകളിലും ഇങ്ങനത്തെയൊക്കെ ഈ പാവപ്പെട്ടവരെ വന്നിട്ടാണ്, ഈ വയസ്സായവരെയൊക്കെയാണ് കൂടുതലും ഇതുപോലെ പറ്റിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ ഇതുപോലെ ഒരുപാട് പേര് നിങ്ങളുടെ കടകളിലും ഇതുപോലെ പല പല ഇതുകളൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പൊ നിങ്ങളൊക്കെ ഇതുപോലെ വഞ്ചിക്കപ്പെടരുത്. ഒരുപാട് സാധാരണക്കാരാണ് ഇതിൽ പെടുന്നത്. കാരണം പിന്നീട് അത് അനുഭവിക്കുന്നവരാണ്. അപ്പൊ ഇതുപോലത്തെ നമ്മൾ വീഡിയോ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പൊ ഇനി ഉണ്ടാവാതെ ഇരിക്കാൻ ശ്രമിക്കാം, അല്ലെ? തീർച്ചയായും. പരമാവധി നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നമ്മൾ മറ്റുള്ളവരെ വിളിച്ച് ചോദിക്കാം, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പൈസ കൊടുക്കാനുണ്ടോ എന്തൊക്കെയാണ്. അല്ലാതെ ഒരാൾ വന്ന് ചോദിച്ചാലും പൈസ കൊടുക്കാതെ ഇരിക്കാം പരമാവധി. ഓക്കെ ചേച്ചി? ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ. അപ്പൊ പരമാവധി വീഡിയോ ഒക്കെ ഷെയർ ചെയ്യാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ രതീഷ്, നമ്മുടെ കൂടെ അഭിനയിച്ച ഷിഹാബ്, അങ്ങനെ. ഓക്കെ, താങ്ക് യു.